ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്കിതുപോലെ വീണ്ടും 1/2 കിലോ മത്തിയും കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു, എനിക്ക് കിട്ടിയിരുന്നു. അപ്പം അത് ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. അത് ഞാൻ അതുപോലെ അങ്ങ് ഫ്രിഡ്ജ് വെച്ചിട്ട് ഇന്ന് ഞാൻ അതിനകത്ത് കുറച്ചെടുത്ത് കുറച്ചെന്ന് വെച്ചാൽ ഒരു 3/4 ഭാഗത്തോളം ഞാൻ എടുത്തത് എല്ലാം റെഡിയാക്കി. പൊരിക്കാനൊന്നും എടുത്തില്ല കേട്ടോ. ഒരു മുളക് കറി വെക്കാമെന്ന് കരുതി. ഇന്നലെ പറ്റക്കറി ആയിരുന്നല്ലോ, പറ്റിച്ച് വെക്കുമായിരുന്നല്ലോ, മീൻ പീര പറ്റിക്കുന്നത് പോലെ വെക്കുമല്ലായിരുന്നു. അപ്പോൾ ഇന്ന് മത്തി മുളക് കറി, ഇപ്പോൾ എപ്പോഴും വെക്കുന്ന പോലുള്ള മത്തി മുളക് കറിയല്ല, ഇന്ന് വേറൊരു രീതിയിൽ, വെറൈറ്റി രീതിയിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി 2 തക്കാളി എടുത്ത് കേട്ടോ. നമ്മുടെ മാങ്ങായും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടു. അതുപോലെ തന്നെ ഒരു കുടംപുളി ഉണ്ടല്ലോ, അതും 2-3 കഷ്ണം എടുത്ത് ചെറിയ പീസാക്കി അതും അരിഞ്ഞിട്ടു. പിന്നെ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ നമുക്ക് കളറിന് ആവശ്യമായ മുളക്, അതായത് ഞാനൊരു മുളക് പൊടി 3 ടീസ്പൂണ് 4 ടീസ്പൂണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുംജീരകപ്പൊടി ഒരു 3/4 ടീസ്പൂണ്, കുരുമുളക് പൊടി ആവശ്യത്തിന്, അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കി നമുക്ക് ആവശ്യമായ പരുവത്തിലുള്ള ചാറാക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അതിലോട്ട് ഉലുവാപ്പൊടി ഇട്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അതിനകത്തോട്ട് മീനും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ടില്ല ഞാൻ അതിന് മുമ്പ് തന്നെ മീൻ ഇട്ടങ്ങ് സെറ്റാക്കി അങ്ങ് അടച്ച് വെച്ചു. അപ്പോൾ നമ്മുടെ മത്തിക്കറി ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. മത്തിക്കറി ഇങ്ങനെ ഈ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന്, അല്ലാതെ നമ്മളിപ്പം സവാള വഴറ്റി തക്കാളി വഴറ്റി, അപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് താമസം പിടിക്കും. ഇതാകുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് കലക്കി, അതിൻ്റെ പരുവുണ്ട്, ആ പരുവത്തിനെല്ലാം കലക്കി ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് പാകത്തിനാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ പാകത്തിനാക്കി അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് തിളച്ചോളൂ. ലാസ്റ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ ആക്കിയേ. ഇനി നമ്മൾ വെണ്ടയ്ക്ക ഞാൻ ഓൾറെഡി അരിഞ്ഞ് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അത് സവാളയും നീളത്തിൽ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വെണ്ടയ്ക്കയും കൂടെ മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട്, വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. ഈർപ്പ വെള്ളം വീണ് അതങ്ങ് വെന്തോളും. പിന്നെ പാകത്തിനുള്ള ഓയിൽ ഒഴിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും, കരിഞ്ഞു പോകും. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പച്ചമുളക് ഇടാൻ പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് പോയി ഞാൻ ഒരു 3 പച്ചമുളക് അരിഞ്ഞ് അതിനകത്തോട്ടിട്ട്, കാരണം എരിവ് വേണം. അപ്പം അതുകൊണ്ട് പച്ചമുളക് അരിഞ്ഞങ്ങനെ ഇട്ട് അതെല്ലാം മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം മീൻകറി ഈ പച്ചയ്ക്ക് തിളപ്പിക്കുന്നത് കൊണ്ട് തിളച്ച് വറ്റി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് താളിച്ചിടും കേട്ടോ. അത് മസ്റ്റാണ്, അത് താളിച്ച് ഇടണം. അതിന് വേണ്ടി ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ 3-4 കൊച്ചുള്ളി, ഇതെല്ലാം കൂടെ ഞാൻ ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വട്ടത്തിലല്ല, നീളത്തിൽ. അത് പിന്നെ പണ്ട് ഇതുപോലെ എൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു തരും ഇങ്ങനെ. അതെനിക്കിങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഉള്ളി താളിക്കുമ്പോഴത്തേക്ക് പിന്നെ നീളത്തിലരിയണം, ഇങ്ങനെ വഴറ്റുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളെല്ലാം അരിഞ്ഞിട്ട് എല്ലാം അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ പച്ചമുളകിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം മിഴുക്കൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പച്ചമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് മിഴുക്ക് വരട്ടി എടുത്താൽ മതി, ഓയിൽ ഒഴിച്ച്. അപ്പോൾ അതും അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ കൊച്ചുള്ളി അരിഞ്ഞെല്ലാം വെച്ച് ചതച്ച് വെച്ചായിരുന്നല്ലോ, അതിനകത്തോട്ട് പച്ചമോര്. അപ്പം പച്ചമോര് ഫ്രിഡ്ജിൽ ഇരുന്നത് കൊണ്ട് നല്ല തണുത്ത പച്ചമോര, അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല. അത് ഞാൻ എന്തോടുത്ത്, എനിക്ക് ഈ അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാനതൊന്ന് ചൂടാക്കിയിട്ട് അപ്പോൾ ചൂടാക്കുന്നതിനകത്തോട്ട് ഇച്ചിരി ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ചൂടാക്കിയിട്ട് അത് ഈ കൊച്ചുള്ളി അരിഞ്ഞതിനകത്തോട്ട് ഇട്ട് കലക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കലക്കി വെച്ചപ്പം നമ്മുടെ പച്ചമോരായി. പിന്നെ വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഇടാം, ഞാൻ പച്ചമുളക് ഇട്ടില്ല.
അപ്പോൾ അങ്ങനെ അതും ഓക്കെ ആക്കി വെച്ചിട്ട് നമ്മളെപ്പോഴും ഈ മോരാണോ ഒക്കെ അല്ലേ, അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയാൽ അങ്ങനെ പച്ചമോരാക്കിയത്. പിന്നെ നമ്മൾ ഒന്ന് മീൻകറി എല്ലാം തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി താളിച്ചും കൂടി ഇടുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു രുചി ഇറങ്ങുന്നത്. അപ്പോൾ അതിന് ഒരു പാത്രം ഫ്രൈ പാൻ വെച്ച് ഓയിലൊഴിച്ച്, ഫ്രൈ പാനില്ല ചീനിച്ചട്ടി വെച്ച് ഓയിലൊഴിച്ചു. കടുവല്ല ഉലുവ താളിച്ച് അതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളൊക്കെ കേട്ടോ. ചോറ് ഓൾറെഡി റൈസ് കുക്കറിൽ 2 തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു തിളയും കൂടെ കഴിയുമ്പോൾ നമുക്ക് അടച്ചിട്ടാൽ മതി. അടച്ചിടാൻ ഇച്ചിരി പാടാട്ടോ. ഇത് കലത്തിന് പരുവമുള്ള മൂടി കിട്ടുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇച്ചിരി പാടാ. അങ്ങനെ അപ്പം നമ്മുടെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിച്ചിരി താമസിച്ചാണ് കേട്ടോ ഉണ്ടത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നിടം വരെയും ബൈ.